ഞങ്ങൾ കാസർഗോഡുകാർക്ക് ഉണക്കപ്പമില്ലാതെ എന്തു പെരുന്നാൾ. ഞാൻ ഇന്ന് വന്നത് കാസർഗോഡ് പെരുന്നാൾക്ക് മിക്ക പരയിലും കാണുന്ന കടലപ്പത്തിന്റെ റെസിപ്പിയുമായാണ്. എന്ന റെസിപ്പിയിലേക്ക് കടക്കാം. ഞാൻ ഇതിനു വേണ്ടി അരക്കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 4-5 മണിക്കൂർ കുതിർത്തി എടുത്തതാണ്. അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പിന്റെ അടുക്കൽ പഞ്ചസാരയും ഞാൻ ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ്. എന്നിട്ട് ഇത് അരച്ചെടുക്കാം. നല്ല മൈ പോലെ അരിയണം. ആ മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കാം. ഒരു നീർദോശയുടെ പരുവമില്ലേ, ആ പരുവത്തിലാണ് അരപ്പ് വേണ്ടത്. വെള്ളം ഒട്ടും ചേർക്കണ്ട. നിങ്ങൾക്ക് അത് കുറച്ച് കട്ടിയായി തോന്നുന്നെങ്കിൽ മാത്രം ചേർത്താൽ മതി. നീർദോശന്റെ പരുവാണ്. എനിക്ക് ആ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഒരു പാത്രത്തിലേക്ക് തയ്യാറാക്കി വെച്ച ബാറ്റർ കുറച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടലയിട്ട് മിക്സ് ആക്കാം. ഇതിൽ നിന്ന് വേണം എണ്ണയിലേക്ക് ഇടാൻ. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1 ലിറ്ററോളം പാം ഓയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായി ചൂടാവാൻ വെക്കാം. നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ചായി കടല ഒരു സ്പൂണിലാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്പൂണിൽ ഇടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് കട്ടയാവും. ഒരു അച്ച് പോലെ ആവും. അത് നമുക്ക് എടുത്ത ശേഷം പൊടിച്ചിടാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ വേണ്ടവർ ഇങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു മെത്തേഡ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കടല ഇട്ട ശേഷം തിരിച്ചും മറിച്ചും ഇളക്കിക്കൊണ്ട് കൊടുക്കുക. അതെന്താന്ന് വെച്ചെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ കായാൻ വേണ്ടിയാണ്. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. എടുത്ത് പുറത്ത് വെച്ച ശേഷം മീനാട്ടി കായും. അപ്പൊ മീനാട്ടിയും കുറച്ച് കളർ വരും. അപ്പൊ ഈ സമയത്ത് നമുക്കെല്ലാം കോരി മാറ്റാം. ചൂടാറിയ ശേഷം നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ആക്കുമ്പോൾ തന്നെ പൊടി ആവും. ഓരോന്നായി കിട്ടും. പിന്നെ മറ്റൊരു മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കൈയോട് ഇങ്ങനെ ഉതിർത്തി ചുറ്റിലും ഇടാം. ചുറ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉതിർത്ത് ഇടാം. അപ്പൊ ഇത് ഓരോന്നായി തന്നെ കിട്ടും. ഇങ്ങനെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ സ്ഥലത്തും ഒരേപോലെ കായാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ മുപ്പിട്ട് പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് കോരി മാറ്റാം. എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. നമ്മളുടെ കാസർഗോഡ് കടലപ്പം റെഡിയായി. താങ്ക് യു.